പേപ്പട്ടിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ കിടക്കുന്ന പട്ടികളെല്ലാം കടിക്കുന്നുണ്ട്. തിരുവനന്തപുരം കല്ലമ്പലത്ത് വീട്ടമ്മയ്ക്ക് തെരുവ് നായയുടെ കടിയേറ്റു. വടശ്ശേരിക്കോണം കോട്ടുതല വീട്ടിൽ മിനിക്കാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീട്ടുമുറ്റത്ത് വെച്ച് തെരുവ് നായയുടെ കടിയേറ്റത്. എന്റെ മോളെ പട്ടി കടിച്ച് നമ്മുടെ മുറിവുണ്ട്, ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ഇരിക്കുകയാണ്. അതുകൊണ്ട് ഈ പഞ്ചായത്തുകാർ അറിയാൻ വേണ്ടി പറയാണ്, ഈ പരിസരത്ത് പട്ടി ശല്യം കാണാൻ നിവർത്തിയില്ല, അത് ഞാൻ ഒഴിവാക്കി തരണമെന്ന് ഞാൻ പറയുന്നു. ഞങ്ങൾക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇന്നലെ രാത്രി 9 മണിക്ക്. ഓ, രാത്രി 9 മണിക്ക് ഈ പരിസരത്ത് തന്നെ കിടപ്പുണ്ട്. രാവിലെ ആ കാറിന്റെ ഇടയും കിടപ്പുണ്ട്. നിരവധി വളർത്തുമൃഗങ്ങൾക്കും തെരുവ് നായയുടെ കടിയേറ്റതായി നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇഷ്ടംപോലെ പട്ടികളുണ്ട്, ഒരുപാട് പട്ടികളുണ്ട്. എന്തെങ്കിലും പഞ്ചായത്ത് ചെയ്തേ പറ്റും ആണെന്നൊരു സംശയമുണ്ട്. ഒരുപാട് പട്ടികളെയൊക്കെ കടിക്കുന്നുണ്ട്. ഇപ്പോഴും ഇന്നും വന്ന് കടിച്ചിട്ട് പോയി. ഇവിടെ കിടന്ന് കറങ്ങുകയാണ്. ഇപ്പോഴും വന്നിട്ട് പോയി. പഞ്ചായത്തെ അറിയിച്ചിട്ട് ആരും ഒന്നും വന്നതുമില്ല, ഒന്നും ഒരു നടപടി എടുക്കുന്നുമില്ല. ഇവിടെ ആണെങ്കിൽ പൊടി കൊച്ചുള്ളതാണ്, അത് എപ്പോഴും പുറത്തൊക്കെ ഇറങ്ങി നടക്കുന്ന നമുക്കൊരു ഒരുപാട് വീടുകളിൽ നിന്നെല്ലാം കൊച്ചുങ്ങൾ പഠിക്കാനും അതിനും ഒക്കെ കയറി പോണ സ്ഥലമാണ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പട്ടികളും ഉണ്ട്. പേവിഷബാധയുള്ള നായയാണെന്നുള്ള സംശയവും നാട്ടുകാർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പേപ്പട്ടിയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ കിടക്കുന്ന പട്ടികളെല്ലാം കടിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചത് പഞ്ചായത്ത് അതെന്താണെന്ന് വെച്ചാൽ ചെയ്യണം. പഞ്ചായത്തിലൊക്കെ അറിയിച്ച് അവരാരും ഒന്നും വന്നതും ഒന്നും ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ ആശുപത്രി പോയി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മുറിവിൽ ഇഞ്ചക്ഷൻ എടുത്ത്, മുറിവുണ്ട്, വലിയ മുറിവുണ്ട്, അല്ലാതെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്ക ഗ്രാമപഞ്ചായത്ത് അധികൃതരെ അറിയിച്ചതായും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു. ഒറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി നടപടി കൈക്കൊള്ളണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡയറി കേരളം, കല്ലമ്പലം.